വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റെഡ് ബീറ്റ്സ് ഓൺ റോഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്രാൻഡിനെ തന്നെ സെഗ്മെന്റ് ആക്കി മാറ്റിയ നമ്മളുടെ ലോകത്തിലെ വൺ ആൻഡ് ഓൺലി ജീപ്പ് ആണ്. ജീപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനുപരി ഇറ്റ് ഇസ് മോർ ഓവർ ആൻ ഇമോഷൻ. അതിനെപ്പറ്റി ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട്. 1941 US സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടി ഒരു മിലിറ്ററി വെഹിക്കിൾ എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ജീപ്പ്. അതിൽ നിന്ന് കാലക്രമേണ മോഡിഫിക്കേഷൻ വന്നിട്ടാണ് ഇപ്പോൾ ജീപ്പ് എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെ വന്നിരിക്കുന്നത്. ജീപ്പ് എന്നുള്ളത് ഇമോഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് കീപ്പ് ചെയ്യുന്നതിൽ ഒന്നാണ് അതിൻ്റെ ഗ്രില്ല്. 7 സ്ലോട്ട് ഗ്രില്ലാണ്. 2007 തൊട്ടിട്ട് വേൾഡ് മാർക്കറ്റിലുള്ള ജീപ്പിൻ്റെ കോമ്പസ് എന്നുള്ള മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കോമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി പ്രൗഡ് ആകും. കാരണം ഒരു US കമ്പനിയുടെ പ്രൊഡക്ഷനും അസംബ്ലിങ്ങും നമ്മൾ ഇന്ത്യയിൽ ഇവിടെ നടക്കുകയാണ് ഈ കോമ്പസ് എന്നുള്ള വെഹിക്കിളിൻ്റെ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കോമ്പസ് എന്നുള്ള വെഹിക്കിൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് 26ഓളം കൺട്രീസിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. റൈറ്റ് ആൻഡ് ഡ്രൈവ് ഉള്ള ഏത് കൺട്രിയിലാണെങ്കിലും നമ്മുടെ കോമ്പസ് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കും. 2007 തൊട്ട് നമ്മുടെ ഇന്ത്യയിൽ കോമ്പസ് ഉണ്ട്. സക്സസ്ഫുൾ 3 ഇയേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ന്യൂ എഡിഷൻ, സെലിബ്രേഷൻ എഡിഷൻ ആയിട്ട് നൈറ്റ് ഈഗിളിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജീപ്പിനെ പറ്റി പറയുമ്പോൾ ഒല്ലി SUV മേക്കേഴ്സാണ്, അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. നമുക്ക് നമ്മളെ വാഹനത്തിൽ കാണാം. നൈറ്റ് ഈഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, നൈറ്റ് ഈഗിൾ എന്ന് പറയുന്നത് അല്ലേ, അത് പ്യുവർലി ബ്ലാക്ക് ആയതുകൊണ്ടാണ് നൈറ്റ് ഈഗിൾ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, എവിടെയും നമുക്കൊരു ക്രോം ഫിനിഷിങ് അധികമായിട്ടൊന്നും കാണാൻ കഴിയില്ല. പ്യുവർലി ബ്ലാക്ക് ആണ്. അലോയ് വീൽസ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ പ്യുവർലി ബ്ലാക്ക് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ ജീപ്പിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി 7 സ്ലോട്ട് ഗ്രിൽ. ലോകത്തിൽ എവിടെ പോയാലും നമ്മുടെ ജീപ്പിൻ്റെ ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താറില്ല. ഏകദേശം ജീപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. HID പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. കുറച്ച് താഴെയായിട്ട് നമ്മുടെ ഫോഗ് ലാംപ്സ് കാണാം. കോർണറിങ് ഫോഗ് ലാംപ്സ് ആണ്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള വെഹിക്കിളിലൊക്കെ കോർണറിങ് ഫോഗ് ലാംപ്സ് ആണ് ഉണ്ടാവാറ്. സോ ദാറ്റ് ടേൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആംഗിളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഫോഗ് ലാംപ്സ്. നോർമലി നമ്മുടെ ഈ 7 സ്ലോട്ടിൻ്റെ ബോർഡറിങ് ക്രോമിലാണ് വരാറ്. ഇത് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ഇത് നൈറ്റ് ഈഗിൾ എഡിഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോയ് വീൽസും ബ്ലാക്ക് ആണ്. ഇത് 18 ഇഞ്ച് ഗ്ലോസി ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. ഡോറിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കോമ്പസ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബോഡി കളേർഡ് ആയിട്ടുള്ള നമ്മുടെ മിററാണ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ മിററിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള മിററാണ്. ഈ എഡ്ജിലേക്കായിട്ടുള്ള കോൺവെക്സ് മിററാണ്. ടോപ്പിലേക്ക് നോക്കുമ്പോൾ റൂഫ് റെയിൽ കാണാം. നമുക്കിതൊരു യൂട്ടിലിറ്റി റൂഫ് റെയിലാണ്. 500 kg വരെ സപ്പോർട്ട് ചെയ്യും. ഇൻബിൽഡ് ആയിട്ടുള്ള സ്പോയിലർ ഉണ്ട് വിത്ത് സ്റ്റോപ്പ് ലാമ്പ്, പിന്നെ റിയർ വൈപ്പേഴ്സ്. ടെയിൽ ലാമ്പ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ടെയിൽ ലാമ്പ് ഉള്ളത്. ഒരു റെഡ് സിൽവേർഡ് ആയിട്ടുള്ള കളറിലാണ് ടെയിൽ ലാമ്പ്. പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ബാഡ്ജിങ്ങും നമ്മുടെ ക്രോമിലൊന്നല്ല, ബ്ലാക്കിൽ തന്നെയാണ് നമ്മൾ ജീപ്പ് എന്നുള്ള ബാഡ്ജിങ് ഉള്ളത്. ബാഡ്ജിങ്ങിൻ്റെ താഴെയായിട്ടുള്ളത് നമ്മുടെ റിയർ ക്യാമറ ഉള്ളത്. നൈറ്റ് ഈഗിൾ ബാഡ്ജിങ് എന്നുള്ള റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതും ബ്ലാക്കിൽ തന്നെയാണ്. മൊത്തം ഒരു ബ്ലാക്ക് മയമാണ്. ഡിസൈൻ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് തന്നെയാണ്. കണ്ട വലിയൊരു വെഹിക്കിളായിട്ട് തോന്നും, പക്ഷേ ഇതൊരു കോമ്പാക്ട് SUV വെഹിക്കിളാണ്. 4.4 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. എൻജിൻ സ്പെക്കിന് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ വെൽ പാക്ഡ് ആയിട്ടാണ് നമ്മൾ എൻജിൻ ഉള്ളത്. പിന്നെ ഇവിടെ 1.4 ലിറ്ററിൻ്റെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട് 1.4 ലിറ്റർ മൾട്ടി എയർ ടെർബോ എൻജിൻ്റെ. 163 PS പവറും 250 Nm ടോർക്കും ആണ് ഉള്ളത്. പിന്നെ 7 സ്പീഡ് DDCT ആണുള്ളത്. അതായത് DDCT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡുവൽ ഡ്രൈവ് ക്ലച്ച് ട്രാൻസ്മിഷൻ. ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ കുറച്ചും കൂടി പ്രത്യേകതകൾ വരുന്നുണ്ട്. 2 ലിറ്ററിൽ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് തന്നെ 9 സ്പീഡ് ZF ഗിയർ ബോക്സ് കൂടി വരുന്നുണ്ട്.
ഡീസലിലേക്ക് വരുമ്പോൾ 173 PS പവറും 350 Nm ടോർക്കുമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ നോർമലി നമ്മളെ ബോണറ്റ് അടിച്ചു കയറി നമ്മളെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം പോലും ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ഇമ്പാക്റ്റ് വരണം, അത് ഇവിടെ നിന്ന് തന്നെ ചതുങ്ങി പോവും. ഒരു ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് അത്ര ഇമ്പാക്റ്റ് വരാത്ത രീതിയിലാണ്. ജീപ്പ് എന്നുള്ള ബ്രാൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം ABS വിത്ത് EBD പ്ലസ് ESC ആണ്. മറ്റ് പ്രീമിയം വെഹിക്കിൾസിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടി നമ്മുടെ ഈ ഒരു കോമ്പസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് റോൾ ഓവർ മിറ്റിഗേഷൻ, പാനിക് ബ്രേക്ക് അസിസ്റ്റന്റ് ആൻഡ് പ്രീ ബ്രേക്ക് പ്രീഫിൽ. പ്രീ ഫിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സജ്ജമായിട്ട് നിൽക്കും. ഇനി നമ്മുടെ സസ്പെൻഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് സസ്പെൻഷനാണ്. നമ്മുടെ സസ്പെൻഷനിൽ സ്ലൈറ്റ്ലി ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യാത്ര കുറച്ചും കൂടി സുഗമമായിരിക്കും. നല്ലൊരു യാത്രാ അനുഭവം തന്നെ നമുക്ക് ലഭിക്കും. വിദേശ രാജ്യങ്ങളിലുള്ള പോലെ തന്നെയുള്ള ഫ്യൂവൽ ലിഡാണ്. ക്യാപ്പ് ഒന്നുമില്ല. നമുക്കിവിടെ ക്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്യൂവൽ പമ്പ് ചെയ്യുന്ന സമയത്ത് നോസിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലിഡ് ഓപ്പൺ ആവുക. 4 ടയേഴ്സും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് നോക്കാം. ഹെവി ആണ് കേട്ടോ ഡോറൊക്കെ. ഡോറിൽ ക്രോസ് ബാർസ് വരുന്നതുകൊണ്ടാണ് ഇത്ര ഹെവി ആവുന്നത്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പാക്റ്റ് വന്നാൽ അതിൻ്റെ ഒരളവ് കുറയ്ക്കാനാണ്. ഉള്ളിലേക്കൊന്നും അത്രത്തോളം വരില്ല. നൈറ്റികൾ തീംഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ മാക്സിമം ബ്ലാക്കിൽ തന്നെയാണുള്ളത്. പലതരത്തിലുള്ള ബ്ലാക്ക്സ് നമുക്കിവിടെ കാണാം. സീറ്റ് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ സിറ്റിംഗ് ആണ്. ഹഗ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ സീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. ഗ്ലോസി ബ്ലാക്കിലാണ് നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ് AC വെൻസ് വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോളും ആ ഒരു ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണുള്ളത്. നമ്മളെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ AC ക്ലൈമറ്റ് കൺട്രോൾസ് ആണ്. ഡുവൽ സോൺ ആയിട്ടാണ് നമ്മളെ ക്ലൈമറ്റ് കൺട്രോൾസ് ഉള്ളത്. അതായത് ഡ്രൈവറിനും അവരുടെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ കഴിയും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 7-inch ടച്ച് സ്ക്രീൻ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. നമ്മുടെ സ്റ്റിയറിംഗ് ആണെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഉള്ള. ജീപ്പ് എന്നുള്ള ബാഡ്ജിങ് സെൻറ്ററിലുണ്ട്. സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ക്രൂയിസ് കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെയാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വോളിയം കൺട്രോൾസ് കാര്യങ്ങളിലുള്ള കുറേ സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അനലോഗ് ക്ലസ്റ്റർ ആണ്. ആ ബ്ലാക്ക് ടച്ച് ലൈനാണ് നമ്മുടെ ക്ലസ്റ്റർ ഉള്ളത്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്ന ഒരു ബട്ടൺ ആയിട്ടാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സ്ലോട്ട് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആംറെസ്റ്റ് ആണുള്ളത്. ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ കേട്ടോ. ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളർ. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്കിലെങ്ങാണ്ടാണെങ്കിൽ നമ്മൾ ആക്സിലേറ്ററിന് കാലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആണെങ്കിൽ നമ്മുടെ എഞ്ചിൻ തന്നെ ഓഫ് ആവും. അപ്പോൾ ഫ്യൂവൽ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ ക്ലൈമറ്റിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ AC-ൻ്റെ കൺട്രോൾസ്, ക്ലൈമറ്റ് കൺട്രോൾസ് നമുക്ക് ഇവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ ചെയ്യാം. നമുക്ക് ഈ ഒരു ഫീച്ചറിൽ ആ ഒരു SUV ആ ഒരു ഫീല് കൂടി കിട്ടുന്നുണ്ട്. കോമ്പസ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുത്തതുകൊണ്ട്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇതിനകത്ത് ഒറ്റ ഡ്രൈവിംഗ് മോഡേ ഉള്ളൂ. SUV ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് മോഡാണ് ഉള്ളത്. സെക്കൻഡ് റോ പറയുമ്പോൾ 60-40 സ്പ്ലിറ്റപ്പ് ഉള്ള ഫോൾഡബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ആംറെസ്റ്റ് പറയുമ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ആംറെസ്റ്റ് തന്നെയാണ്. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് പോകാം. പിന്നെ 2 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ളതുണ്ട്. സീറ്റ് നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് തൈ സപ്പോർട്ട് അത്രത്തോളം കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ നല്ല ലെഗ് റൂമും ഉണ്ട്, ഹെഡ് റൂമും ഉണ്ട്. പിന്നെ നമ്മുടെ റിയർ AC വെൻസും ഉണ്ട്. പിന്നെ കുറച്ച് താഴെയായിട്ട് ചാർജിങ് സ്ലോട്ട് കൂടെ ഉണ്ട്. 2019 ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്നുള്ളൊരു അവാർഡ് കൂടി നമ്മുടെ ജീപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഉള്ളത്. 438 ആണ് നമ്മുടെ ബൂട്ട് സ്പേസ്. നമ്മൾ സെക്കൻഡ് റൂം കൂടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഹൈ സ്പേസ് തന്നെ കിട്ടും. ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പേസ് 2 സൈഡ്സിലായിട്ട് വരുന്നുണ്ട്. നമ്മളെ സ്പെയർ വീൽ വരുന്നത് അടിയിലാണ്. 16.6 lakh തൊട്ട് നമ്മുടെ ജീപ്പ് കോമ്പസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു മോഡലിന് 20 lakhs ആണ് ഷോറൂം പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് താഴെ കാണുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.